ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബി എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും ജലജ അവിടേക്ക് വന്നിട്ട് അവൾ വന്നിട്ടുണ്ട്. ആര് വന്ന കാര്യമാണ് അമ്മ ഈ പറയുന്നത്? മറ്റാര്? ഇവിടുത്തെ മൂത്ത മരുമകൾ. അവൾ വന്നോ? അവളെങ്ങനെ വന്നു? അവളെ അവളുടെ അമ്മായിയമ്മ വിളിച്ചോണ്ട് വന്നതാ. അവൾ വന്ന കാലം മുതലേ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ മരുമോളെ വിളിച്ചുകൊണ്ട് വന്ന് അടുത്ത പണിയും തന്നിരിക്കുന്നു. അമ്മേ, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമല്ലോ. അതാ ഞാനും ചിന്തിക്കുന്നത്. ഇനി അമ്മേ, അവളെ പുറത്താക്കാൻ ആകെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താ? അനാമികയെ തിളപ്പിക്കാം. അവളെ തിളപ്പിച്ച് നമ്മൾ തിളയ്ക്കാതെ നോക്കണം. ഇതേ സമയം നമ്മുടെ ആദർശിനോട് അച്ഛൻ പറയാണ്, ദേവയാനി എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെ. ഇനിയിപ്പോൾ എൻ്റെ സംശയം, അവളിപ്പോൾ സത്യം അറിഞ്ഞിട്ടാണോ കൂട്ടിക്കൊണ്ട് വന്നതെന്നാ. അതിനും സാധ്യതയുണ്ട്. അമ്മ കുറേ കാലമായിട്ട് ആ കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ആ തന്ത്രപ്പാടിലായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവസാനം അമ്മ സത്യം അറിഞ്ഞോ? അതിന് ചാൻസ് ഇല്ല. അറിഞ്ഞാൽ അവൾ ഇങ്ങനെയൊന്നല്ല പ്രതികരിക്കുന്നത്. ഇങ്ങനെയായിരിക്കില്ല നയനോടുള്ള സമീപനവും. അതന്നാണ് എനിക്കും ഒരു ആശ്വാസം. ഇതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം അവർ മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് തന്നെ കണ്ടുപിടിക്കണ്ടെന്ന് കരുതിയിട്ട് ദേവയാനി എന്നെ അവിടേക്ക് പോയിട്ട് പറയാണ്, അല്ല, നിങ്ങളുടെ അച്ഛൻ്റെയും മകൻ്റെയും എല്ലാവരുടെയും ആവശ്യം ഞാൻ അംഗീകരിച്ചു. ഇനി എൻ്റെ ആവശ്യം നിങ്ങൾ അംഗീകരിക്കണം. എന്താ അമ്മ ഈ പറയുന്നത്? അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കരൾ തന്ന ആ പെൺകുട്ടിയെ കാണണം. അമ്മയോട് പറഞ്ഞതല്ലേ അവൾ ഇവിടെ ഇല്ല, അവളുടെ ഭർത്താവിൻ്റെ അടുത്താണ്, അവർ ജോലി സ്ഥലത്താണ്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാലോ. എന്താ ദേവയാനി നീ പറയുന്നത്? നിനക്കധികം യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ നിനക്കിപ്പോൾ യാത്ര ചെയ്തുകൂടാം. എങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാലോ. അമ്മേ, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫ്ലൈറ്റിലൊന്നും പോകാൻ പാടില്ല. ഇപ്പോഴൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ. എന്നെ കുറേ വട്ടം കറക്കിയല്ലേ, ഇനി ഞാനും കുറച്ച് വട്ടം കറക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ആദർശ്, എനിക്ക് ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ അവളുടെ വീടെങ്കിലും ഒന്ന് കാണിച്ചാൽ. അവളുടെ വീട് കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? അമ്മയ്ക്കിപ്പോൾ അവളെ കാണണം. അമ്മ ഇതും പറഞ്ഞ് ഞങ്ങളെ ശല്യം ചെയ്യാതിരിക്കും. അമ്മയുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഇതോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്